ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു 3 അൺബോക്സിങ്ങും അതേപോലെ തന്നെ ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ 3 റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചത്തെ വീഡിയോ ഉണ്ടത്. അപ്പോൾ ഇതാണ് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇത് നമ്മൾ ഫാനൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭയങ്കര പൊടി ശല്യമാണ്. പൊടിയുള്ള സ്ഥലത്ത് തന്നെ അധികം ഫാന് പെട്ടെന്ന് വൃത്തിയിടാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നന്നാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ലാഡറുമേലൊക്കെ വലിയ കാരണം നനഞ്ഞ തുണിയൊക്കെ പിഴിഞ്ഞ് വലിഞ്ഞൊക്കെ നന്നാക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ലാഡർ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ബെഡിലോ ഒക്കെ കയറി നിന്നിട്ട് നല്ല സിമ്പിളായിട്ട്, അല്ലെങ്കിൽ നിലത്ത് തന്നെ കയറി നിന്നാലും ചില വീടുകളിലെ ഫാനൊക്കെ എത്തുമായിരിക്കും, ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്, എന്നാലും കുഴപ്പമില്ല. 50 രൂപൻ്റെ ഒരു ക്യാഷ് ബാക്ക് കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇതാണ് കേട്ടോ പ്രോഡക്റ്റ്. 2 ഐറ്റം ക്ലോത്ത് വന്നിട്ടുണ്ട്. ഒരു മൈക്രോ ഫൈബറിൻ്റെ 2 പാഡും പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, പൊടി തട്ടുന്ന ഈ ഒരു സംഭവത്തിൻ്റെ ക്ലോത്തിന് എന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ അത് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഈ ഗ്രേ കളറിലുള്ള സംഭവമാണ് നമുക്ക് ഫാൻ ക്ലീൻ ചെയ്യാനുള്ളത്. അതിന് 2 ഷീറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഔട്ട് ഇന്നെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ആക്കി വെച്ചിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യാം. എന്നിട്ട് ഫാനിൻ്റെ ലീഫ് അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ കാണിക്കാം. പിന്നെ അതുമല്ല, ഇവിടെ ആഴ്ചയിൽ എപ്പോഴും ഫാന് ക്ലീൻ ചെയ്യേണ്ടതുകൊണ്ട് ഇങ്ങനെ നനച്ച് തുടച്ചിട്ട് ഫാനിൻ്റെ ലീഫിനൊക്കെ ആ പൈൻറ്റിനൊക്കെ ഇങ്ങനെ ഒരു തരിതരി പോലെ വന്നിട്ടുണ്ട്, ഒരു പുള്ളി വന്ന പോലെ. അപ്പം ഇതാവുമ്പോൾ നമുക്ക് ആഴ്ചയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കങ്ങനെ ക്ലീൻ ചെയ്യാൻ നനക്കാതെ തന്നെ ഫാനിനും കുഴപ്പമില്ല. നമുക്കും തന്നെ സ്റ്റെപ്പ് ലാഡർ ഒന്നും എടുത്ത് വെച്ച് കയറേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു മൈക്രോ ഫൈബറിൻ്റെ 2 ടവൽസ് ഉണ്ട് കേട്ടോ കൂടെ. ഇത് നമുക്ക് ഈ ടൈല് ക്ലീൻ ചെയ്യാനോ വാള് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ഗ്ലാസ് ക്ലീൻ ചെയ്യാനോ ഒക്കെ പറ്റും കേട്ടോ. അത്യാവശ്യം ഒരു ലെങ്ത്തുള്ള ഹാൻഡിലാണ്, നല്ല സ്റ്റേബിളായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ്. ഇതപ്പോൾ ഈ ഒരു ഫാന് കണ്ടില്ല നിങ്ങൾ, ഒരാഴ്ച ആയിട്ടുള്ളൂ തുടച്ചിട്ട്. പക്ഷേ അപ്പോൾ തന്നെ ഈ കളറാവും കേട്ടോ. നല്ല പൊടിശല്യമുള്ള കാരണം നല്ലോണം പൊടിയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ അപ്പുറത്തെ കോമ്പൗണ്ടിൽ ഓളോബ്രിക്സിൻ്റെ കമ്പനി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് നല്ലോണം പൊടി വരും. അപ്പോൾ ഒരു 10 ദിവസമോ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഫാൻ ഇങ്ങനെ ആവും കേട്ടോ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റുന്ന ഫാന് നോക്കിയിട്ടാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യാം. നല്ല ഇതിൻ്റെ ഒരു സൈഡിൽ വൈഫറും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടൈലൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഗ്ലാസ് ക്ലീൻ ചെയ്യണമെങ്കിലൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും അത്. ഇതുണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് സ്റ്റെപ്പ് ലാഡർ യൂസ് ചെയ്യേണ്ട, നനച്ച് തുടക്കും വേണ്ട, എപ്പോൾ വേണമെങ്കിലും ക്ലീൻ ചെയ്യാമല്ലോ. ആമസോണിലാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർക്ക് കമൻറ്റ് ബോക്സിലൂടെ വേണേൽ ചോദിക്കാം. റിവ്യൂ ഞാൻ പറയാം കേട്ടോ. ഇത് ആമസോണിലാണ് കേട്ടോ വാങ്ങിയത്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിലാണ് വാങ്ങിയത്. എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് കൂടെ ചോദിച്ചാൽ മതി, ഞാൻ തരാം. ഇത് ഞാനൊരു ഇങ്ങനെയുള്ളൊരു സംഭവം ഒരു ജഗ് വാങ്ങിയതാട്ടോ. ഇതെനിക്ക് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കുക്ക് ചെയ്യാനുള്ള വെള്ളം എടുത്ത് വെക്കാനാട്ടോ. നമ്മൾ കുക്ക് ചെയ്യുന്ന ഇടയിൽ കൂടെ സിങ്കിക്ക് വെള്ളത്തിന് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ എൻ്റെ കിച്ചൺ കൗണ്ടർ ടോപ്പ് നല്ല മാച്ച് ആവും ചെയ്യും. സെറാമിക്കിൻ്റെ പ്രോഡക്റ്റാണ്. ഇതാണ് ഒരു പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ മീഷോ എന്തായാലും നല്ല പാക്കിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി ആക്കിയിട്ടുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് പാക്കിംഗ് ആക്കിയിട്ടുണ്ട്. മറ്റേത് മീഷോയിൽ വാങ്ങിയ പ്രോഡക്റ്റുകളൊക്കെ ഡാമേജ് ആവുമായിരുന്നു പതിവ്. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ വെള്ളം നിറച്ചിട്ട് ഇവിടെ വെച്ചാൽ ഇപ്പോൾ കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് പെട്ടെന്ന് വെള്ളം എടുത്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കിച്ചണിക്ക് നല്ല മാച്ചായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പ്രോഡക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ മീഷോയിലാണ് വാങ്ങിയത് കേട്ടോ. ഇനി അടുത്ത ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ഇയർബഡ്സ് ആണ് കേട്ടോ.
ഇത് JBLൻ്റെ ഇയർബഡ്സ് ആണ്. ഇതിപ്പോൾ ഞാൻ മൂന്നാമത്തെ പീസാണ് കേട്ടോ വാങ്ങുന്നത്, JBLൻ്റെ തന്നെ. ഒന്ന് ഞാൻ വാങ്ങിയിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്തോ കംപ്ലൈൻറ്റ് വന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വീണ് കംപ്ലൈൻറ്റ് ആയതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ പുതിയ പീസ് തന്നെ മാറ്റി കിട്ടി. ഞാൻ 2 വർഷമായി ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ JBLൻ്റെ ഇയർബഡ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം മോന് ലീവിന് നാട്ടിൽ വന്നപ്പോൾ അവർ പല ടൈപ്പ് വാങ്ങിക്കൊണ്ടുപോകും, അതൊന്നും അധികം നിൽക്കില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് സാധാരണ അങ്ങനെ ക്ലാസ്സിന് പോകുമ്പോഴൊക്കെയാണ് എനിക്ക് വിളിക്കുക. അപ്പോൾ ബസ്സിലായിരിക്കും, അപ്പോൾ കാറ്റടിച്ചിട്ട് ഭയങ്കര ശബ്ദം വരും കേട്ടോ. ഈ ഒരു ഇയർബഡ്സ് ആകുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല, വോയിസ് ക്യാൻസലേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാക്കാക്ക് വേണ്ടി വാങ്ങിയത് കേട്ടോ. കാക്ക ഭയങ്കരമായിട്ട് ഫോണ് വരും, ഒരു ജോലിയോട് ബന്ധപ്പെട്ടാണ് ഒരുപാട് ഫോണ് വരും കേട്ടോ. അപ്പോൾ ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് എഴുതിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. നല്ല ഓഫറുണ്ട്, 50% ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്, എന്നാലും നല്ല പ്രോഡക്റ്റ് കേട്ടോ. നമ്മൾ വാങ്ങിയിട്ട് ഉപയോഗിച്ച് നല്ലതാണെന്ന് തോന്നിയ പ്രോഡക്റ്റ് അല്ലേ പിന്നെയും വാങ്ങാൻ നല്ലത്. അങ്ങനെ വാങ്ങിയത് കേട്ടോ, JBLൻ്റെ ആണ് പ്രോഡക്റ്റ്. അപ്പം ഞാൻ വാങ്ങിയത്, മോന് വാങ്ങിയതൊക്കെ ലിഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കേസിന് ഇതിന് ലിഡില്ല, നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാനുള്ള സൗകര്യത്തിനായിരിക്കും. പക്ഷെ അങ്ങനെ പോകണമൊന്നുമില്ല കേട്ടോ, ഉള്ളിൽ നിന്ന് എത്ര കുടഞ്ഞ് നോക്കിയാലൊന്നും സംഭവം ഉള്ളിൽ നിന്ന് ഊരി പോകണമൊന്നുമില്ല. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ കണ്ടിട്ട്. ഇപ്പോൾ യൂസ് ചെയ്തിട്ട് എന്താ നോക്കാം. ഇതുവരെ 2 വാങ്ങിയതും ഈ ഒരു കമ്പനീൻ്റെ യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുള്ള വിഭവമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് മോള് പോവും, തിരിച്ചു പോവും. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതായിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഉള്ളി ഇപ്പോൾ ഒരു 8 or 10 പീസാക്കി വലിയ പീസുകളാക്കിയിട്ട് ഈ ചോപ്പറിലിട്ടിട്ട് ഒരു 2 പൾസ് അങ്ങനെ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും കേട്ടോ. നമ്മൾ കൊത്തി എരിഞ്ഞ പോലെ കിട്ടും. നല്ല യൂസ്ഫുൾ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ്. പിന്നെ നല്ല ഹാൻഡിയാണ്, നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാനും യൂസ് ചെയ്യാനും കോഡ് കുത്താനും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടത്. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം ഞാൻ നല്ലോണം പതിവായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾ നോട്ട് ചെയ്യാറുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ചട്ടിപ്പത്തിരിക്ക് ഒരു 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടെ. ചട്ടിപ്പത്തിരിയൊക്കെ ട്രഡീഷണലായിട്ടുള്ള സ്നാക്സാണ്, എല്ലാവരും ഉണ്ടാക്കുന്നതന്നെയായിരിക്കും. എന്നാലും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള അവരവരുടേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ അതിലേക്ക് ഇറച്ചി വേവിച്ച് വെച്ചതും ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കനും ഞാൻ ഇതിൽ തന്നെ ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല അരിഞ്ഞു പോയിട്ടല്ല, നല്ല ചോപ്പ് ചെയ്ത രീതിയിൽ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇതിൽ തന്നെ ഇതിൽ പച്ച ഇറച്ചി നമുക്ക് ചോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ വേവിക്കാത്ത ചിക്കനും ചോപ്പ് ചെയ്താൽ നല്ല ക്യൂബായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് പീസിൻ്റെ ഒരു 2 പീസാണ് എടുത്തിട്ടുള്ള ഒരു 100 ഗ്രാമൊക്കെ ഇറച്ചി ഉണ്ടാവും, ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിക്ക് ആവശ്യത്തിന് മുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം വഴറ്റിട്ടെടുക്കുക കേട്ടോ. ഇങ്ങനത്തെ പലഹാരങ്ങൾക്കൊക്കെ കുറച്ച് അധികം തന്നെ ഇറച്ചി ഉണ്ടായാലാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മുടെ സവാളൻ്റെ അതേ അളവിൽ തന്നെ ചിക്കനും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ദോശ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. ചപ്പാത്തി പോലെ ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്, ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് മാവ് ബാറ്റർ തയ്യാറാക്കിയിട്ടുള്ളത് മൈദയും കുറച്ച് പാലും ഒരു കോഴിമുട്ടയും ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ ബാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ മുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ദോശ മുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു 3 കോഴിമുട്ടയും അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പാല് ഓപ്ഷണലാണ്, പാല് ചേർത്താൽ നമുക്ക് അധികം ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും ചട്ടിപ്പത്തിരിക്ക്, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ വേണ്ടി ഉണ്ടാക്കുന്നവരാണെങ്കിൽ പാല് ചേർക്കൂല കേട്ടോ. നമ്മൾ കട്ട് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പത്തിന് നല്ല കുറച്ച് ഹാർഡായിട്ട് കിട്ടും. കട്ട് ചെയ്ത് പീസാക്കി വെക്കാനൊക്കെ സൗകര്യത്തിന് കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൂടെ അങ്ങോട്ട് പോരുന്ന രീതിക്ക് അത്രയും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് കഴിക്കാനാവുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ഉണ്ടാക്കാമല്ലോ. പിന്നെ ഞാനൊന്ന് ചട്ടിപ്പത്തിരീൻ്റെ കാര്യം, സ്വീറ്റ് ചട്ടിപ്പത്തിരീൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ
ഏറ്റവും അടിയിലും ഏറ്റവും മുകളിലും 2 ദോശ വീതം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സപ്പോസ് ഇത് ചട്ടീൻ്റെ അടിയിൽ പിടിക്കുക എന്തെങ്കിലും ചെയ്താൽ നമുക്ക് മസാല പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ദോശ അടിയിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇതാ മിക്സ് ഇട്ട് കൊടുത്തു. വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ ദോശ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ മിക്സ് ഇട്ട് കൊടുക്കുക. ഈ ഒരു മിക്സ് തീരുന്ന വരെ ഞാൻ ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള 4 ആൾക്ക് 5 ആൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചട്ടിപ്പത്തിരിയുണ്ട്. പിന്നെ അധികമായിട്ട് കഴിക്കൂലല്ലോ, അതുകൊണ്ട് അങ്ങനെ അധികമായിട്ട് അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ മോളുള്ള കാരണം അങ്ങനെയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ 2 സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ മുകളിൽ 2 ദോശ വെച്ച് കൊടുത്തു. ബാക്കി എഗ്ഗിൻ്റെ ഫില്ലിങ് ഇതുണ്ടല്ലോ മിക്സ്, അത് തന്നെ മേലെ ഒഴിച്ചു കൊടുത്തു. കത്തി കൊണ്ട് ഒന്ന് ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേത് വല്ലാണ്ട് അങ്ങോട്ട് പൊങ്ങി പൊള്ളായിട്ട് കുറച്ച് ഓയിലൊന്ന് മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്നാ ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ ഒരു പാൻ ഉണ്ടല്ലോ, ഈ ഒരു ഫ്രൈങ് പാനക്ക് ഇങ്ങോട്ട് മറിച്ചിട്ട് മറ്റേ ഭാഗവും മേൽഭാഗവും ഒന്നുകൊണ്ട് മൊരിച്ചെടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാട്ടോ വെച്ചത്. പാനക്ക് മറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞല്ലോ, ഒരു ലെയർ ഇതാ കുറച്ചൊന്ന് ചട്ടീൻ്റെ അടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ 2 ലെയർ വെച്ചതുകൊണ്ട് ഉള്ളിലത്തെ മസാല ഒന്നും പുറത്തേക്ക് വരാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ. അതിന് വേണ്ടിയിട്ടാണ് 2 ലെയർ വെച്ച് കൊടുക്കുന്നത്. ചെറിയ തിന്ന് ലെയറല്ലേ, അപ്പോൾ അധികം കട്ടിയൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ ഒന്ന് ബാക്ക് സൈഡും കൂടെ മുകൾ ഭാഗം കൂടെ ഒന്ന് മൊരിച്ചെടുത്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊക്കെ കട്ട് ചെയ്യുമ്പോൾ കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഉണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് ഉണ്ടാവുക. നമ്മൾ ഇത്ര മസാല ഒന്നും ഇടൂല അവർ, നമുക്ക് കഴിക്കാനല്ലേ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാം, ലെയറായിട്ട് ദോശ സൈഡിൽ നല്ല മസാലയുണ്ട് കേട്ടോ. കട്ട് ചെയ്യുമ്പോഴും നല്ല സോഫ്റ്റായിട്ട് നല്ല ജ്യൂസിയായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നവരായിരിക്കും, എന്നാലും ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ പറയാം കേട്ടോ. ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇത് ചൂടോടെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കത്തിയമ്മ ഇങ്ങനെ പോരുന്നത്. ഒന്ന് തണുത്തിട്ടാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഞാൻ ഇനിയിപ്പോൾ ഇത് അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു 6 മണിയൊക്കെ അതിൻ്റെ ശേഷം കിച്ചണിക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അതാണ് ഞാൻ ഇപ്പോൾ തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ് കേട്ടോ. കപ്പ ബിരിയാണി എല്ലാവരും ഉണ്ടാക്കുന്നതിനായിരിക്കും, പക്ഷേ ഈ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ അത്യാവശ്യം വലിയ സൈസ് 2 സബോള എടുത്തിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുന്നേ കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കാക്കി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഉമ്മയും മോളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് അതൊക്കെയാണ് കണ്ടപ്പോൾ കുറച്ച് മാറ്റി വെച്ചതായിരുന്നു ഫ്രിഡ്ജിൽ കേട്ടോ. ആ കപ്പ യൂസ് ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ 2 തക്കാളി, മീഡിയം സൈസ് 2 തക്കാളിയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാലകളായിട്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലയും ഇത് 3ഉം ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നല്ലോണം വഴറ്റിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ബിരിയാണീൻ്റെ മസാല തന്നെ, അധികം മസാല കൂട്ടുകളൊന്നുമില്ല. മസാലകളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, ഗരം മസാല, ഇത്ര മാത്രം കേട്ടോ. ഇത് നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. പിന്നെ ഞാനിതിക്ക് ചിക്കൻ എടുത്തിട്ടുള്ളത് ബോൺലെസ് പീസാണ് കേട്ടോ. ബോണില്ലാത്ത പീസാണ്. നമ്മളെ ചെസ്റ്റ് പീസ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പം നല്ല ഉടച്ച് ഇങ്ങോട്ട് എടുക്കുമ്പോൾ നല്ല എല്ലായിടത്തും ഇറച്ചി ഉണ്ടായിട്ട് മിക്സായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ കേട്ടോ. പിന്നെ പൊതുവേ നമ്മൾ കറിക്കായാലും വറുക്കാനായാലൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു പീസ് കഴിക്കാൻ മടിയാണല്ലോ നമുക്ക്. അപ്പോൾ ഈ ഒരു പീസ് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ കപ്പ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ കപ്പ ബിരിയാണിക്ക് നല്ല സൂട്ടായിട്ടുള്ള പീസ് ഇത് തന്നെയാണ് കേട്ടോ, ബോണില്ലാത്ത പീസ്. പൊതുവേ എല്ലാവർക്കും ബോണില്ലാത്ത പീസ് ഇഷ്ടം ഉണ്ടാവില്ല, ബോണുള്ള പീസായിരിക്കും ഇഷ്ടം കറിക്കായാലും വറുക്കാനായാലൊക്കെ. അപ്പം മാറ്റി വെച്ചാൽ മതി ഒരു കുറച്ച് പീസ്, എന്നാൽ പിന്നെ നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ചിക്കനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് ഇളക്കി ഒന്ന് തിളച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ ഞാൻ കപ്പ ഇട്ടിട്ട് വിസിലടുപ്പിക്കണം കേട്ടോ. കപ്പ ഒന്ന് ഫ്രിഡ്ജിൽ ഇരുന്നതാണല്ലോ, അപ്പോൾ ഒന്ന് ഹാർഡായിട്ടുണ്ട്. പിന്നെ അതുമല്ല കപ്പ ബിരിയാണിക്ക് നല്ല കപ്പ ഇങ്ങോട്ട് സ്മാഷായി പോയാലല്ല ടേസ്റ്റ് കിട്ടാം. അപ്പോൾ ഒന്നും കൂടി വെന്തോട്ടെ. വേവിച്ച് ഊറ്റി എടുത്തിട്ടുള്ള കപ്പയാണല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിലിട്ട് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കപ്പ ചേർത്ത് കൊടുക്കാം കേട്ടോ.
കപ്പ ചേർത്തെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കപ്പ ചേർത്ത കാരണം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇറച്ചിയിൽ നിന്ന് വെള്ളം വരും, എന്നാലും കപ്പ ചേർത്തുണ്ടാക്കുന്ന കാരണം നമുക്ക് ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാട്ടോ. അപ്പോൾ കുറച്ചൊരു വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2 വിസിൽ, ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലും അത്ര മതി കേട്ടോ. പിന്നെ അത് തുറന്നിട്ട് കറിവേപ്പിൻ്റെ ഇലയും ധാരാളം മല്ലിച്ചപ്പും ഇട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നല്ലോണം ഉടച്ചു കൊടുക്കുക. അപാര ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്യണേ. സിമ്പിളല്ല ഉണ്ടാക്കാൻ, സിമ്പിളാണ് പക്ഷെ പവർഫുള്ളാണ് കേട്ടോ. പിന്നെ ഇതാ സമൂസക്കുള്ള ചിക്കനും കൂടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ സമൂസക്കുള്ള സബോളയും കൂടെ ചോപ്പ് ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ സബോള കുറച്ച് വലിയ പീസുകളാക്കിയിട്ട് ചോപ്പറിലിട്ടിട്ട് അങ്ങോട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സമൂസ എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ്, പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സ്റ്റൈലും ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റൈലൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഒരു പച്ചമുളകും ഞാനിതിൽ തന്നെ ചോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ കേട്ടോ, മോനും കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ അധികം എരിവ് വേണ്ടെന്ന് വിചാരിച്ചു. അതാ കറിവേപ്പിൻ്റെ ഇലയും അതിലിട്ടിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഉള്ളി വഴറ്റാനായിട്ട് വെക്കാം. ഉള്ളി സമൂസക്ക് വല്ലാണ്ട് വഴന്ന് കിട്ടാൻ കേട്ടോ, ഒന്നും ഇങ്ങോട്ട് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഉള്ളിക്ക് പല കണ്ടീഷനാണല്ലോ, ട്രാൻസ്പെറൻ്റ് ആവുക, ട്രാൻസ്ലൂസ് ആവുക, ഗോൾഡൻ കളർ ആവുക, അങ്ങനെ പല കണ്ടീഷനാണല്ലോ. ഇത് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി കേട്ടോ, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അതിലേക്ക് ഞാൻ ആ ചോപ്പർ തന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ഒരു 1/2 ടീസ്പൂണിൻ്റെ താഴെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. കൂടുതൽ ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു സമൂസയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു കേട്ടോ എല്ലാവരും. അപ്പം ഇനി ഇതൊന്ന് മസാല ഒന്ന് തണുത്തിട്ട് പൊതിഞ്ഞെടുക്കണം. ആ ടൈം കൊണ്ട് നമ്മളെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. കപ്പ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, വേവാത്ത പോലെയൊക്കെ തോന്നും, പക്ഷെ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലിനി കരിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും കൂടെ ഇട്ടെടുത്തിട്ട് നല്ലോണം നല്ല സ്മാഷ് ചെയ്യാന്ന് തന്നെ പറയാം. ബോൺലെസ് ആണല്ലോ ചിക്കന് പീസ് ഇട്ടിട്ടുള്ളത്, അപ്പോൾ അതും ഈ കപ്പയും ഒക്കെ കൂടെ അങ്ങോട്ട് ഉടഞ്ഞിട്ട് നല്ലൊരു പരിഭാവന കേട്ടോ. ഈ ടൈമിൽ നമുക്ക് ഉടക്കുമ്പോൾ വെള്ളം ഇല്ല തോന്നുകയാണെങ്കിൽ കെറ്റലിലോ ഒക്കെ വെള്ളം വെച്ചിട്ട് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അത് കഴിക്കാൻ സമയമാകുമ്പോൾ നല്ല പാകത്തിനുള്ള ലൂസായിരിക്കും. ഭയങ്കര ടൈറ്റിൽ ഈ ഒരു ഡിഷ് രസം ഉണ്ടാവില്ല കേട്ടോ, കുറച്ചൊരു ലൂസായിട്ടാണ് നമുക്ക് കഴിക്കാൻ രസം. അപ്പോൾ ഇതാ കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് നല്ലോണം ഇടുക കേട്ടോ, ഇഷ്ടമുള്ളവർ മല്ലിച്ചപ്പ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ നല്ലോണം ഇടുക. നല്ലൊരു ഫ്ലേവറായിട്ട് അതിന് മല്ലിച്ചപ്പ് ചേർക്കുമ്പോൾ. അത് നല്ലോണം ഉടച്ച് സ്മാഷ് ചെയ്തെടുക്കുക. നമ്മളെ കപ്പ ബിരിയാണിയും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റണില്ല, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കപ്പ ബിരിയാണിയാണ് കേട്ടോ. ഒന്നും കൂടി ഉടച്ചെടുക്കാനുണ്ട്, ഞാനിപ്പോൾ ഇത് ധൃതി ആയതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ സമൂസ പൊതിഞ്ഞെടുത്തിട്ട് അതും കൂടെ വറുത്തെടുക്കണം. അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കണം, ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യണം. ഇത്രയൊക്കെയാണ് കേട്ടോ ജോലി. അതിനിടയിൽ ബീഫ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് മറ്റേ കുക്കറിൽ. ബീഫും പൊറോട്ട വാങ്ങണം കേട്ടോ പുറത്തുനിന്ന്. ഞാൻ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ എന്ന് ഇപ്പോൾ അതിനൊന്നും മെനക്കെടുന്നില്ല. പൊറോട്ട വാങ്ങുകയാണ്. അപ്പോൾ മോൾക്ക് കൊടുത്തു വിടാൻ, അവൾക്ക് അവിടുന്ന് ചൂടാക്കി കഴിക്കാൻ പറ്റിയത് ആവണം. അപ്പോൾ പിന്നെ പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ അവൾക്ക് കൊടുത്തു വിടും വേണം, പാക്ക് ചെയ്യും വേണം. നോമ്പ് തുറന്നിട്ട് അവളായിട്ട് പോകും കേട്ടോ. പിന്നെ വന്നിട്ടാണ് പെട്ടെന്ന് എത്തും കേട്ടോ, പെട്ടെന്ന് ആക്കി കൊടുത്തിട്ട് വരും. ഞങ്ങളൊരു 8:45 9 മണിയായപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. മഗ്‌രിബ് കഴിഞ്ഞ് പെട്ടെന്ന് പോയി. പിന്നെ വന്നിട്ടാണ് ബാക്കി ഭക്ഷണമൊക്കെ കഴിച്ചത് കേട്ടോ. സ്നാക്സും ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോയി, തിരിച്ച് വന്നിട്ടാണ് ബാക്കി ഭക്ഷണമൊക്കെ കഴിച്ചത്. സമൂസ നമുക്ക് നോമ്പ് കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് അല്ലേ. ഞങ്ങൾ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല, ഇപ്പോൾ ആദ്യമൊക്കെ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. സമൂസ മടക്കാൻ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആട്ടോ. ഞാനൊരു വർഷത്തിൽ നമ്മളെ നബിദിനത്തിൻ്റെ അന്ന് മദ്രസയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് സമൂസയും ജ്യൂസുമാണ് കുറച്ച് കാലങ്ങളായിട്ട് കൊടുക്കാറുള്ളത്. അന്ന് ഇവിടുത്തെ വരെ ജ്യേഷ്ഠന് ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്, അവർ ആണ്ട് ദിവസമാട്ടോ. അപ്പോൾ കുറച്ച് കാര്യമായിട്ട് തന്നെ കൊടുക്കും. അപ്പോൾ ഒരു 500 സമൂസ 600 സമൂസ ഒക്കെ ഉണ്ടാക്കും ചില സമയത്ത് കേട്ടോ.
അപ്പോൾ ഞാൻ തന്നെയാണ് പൊതിഞ്ഞൊക്കെ ഉണ്ടാക്കുക. ഹെൽപ്പിന് ആരെങ്കിലും ചേച്ചി ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പൊതിഞ്ഞ് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. തലേ ദിവസം പൊതിഞ്ഞ് വെക്കും, പിറ്റേ ദിവസം രാവിലെ ജ്യൂസ് അടിക്കലും സമൂസ പൊരിക്കലും കുട്ടികളെ സ്വീകരിക്കലും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പോൾ വീണ്ടും ഒരു വ്ളോഗായിട്ട് വരാം. അസ്സലാമു അലൈക്കും.